ഞാൻ അലവിക്കുട്ടി അബൂഷേബ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തുറക്കൽ അപ്പമാണ്. നല്ലൊരു ഹെൽത്തി മയോനീസ് അതുപോലെ ഒരു തേങ്ങ ചമ്മന്തിയാണ് ഇതിൻ്റെ കറക്റ്റ് ഫില്ലിങ്സുമാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് മയോനീസ് ആണ്. അപ്പോൾ അതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കട്ടാക്കി എടുത്തത്, അതുപോലെ ഏതാനും കുറച്ച് വെളുത്തുള്ളി, ഒരു കപ്പ് പാല്, അതുപോലെ തന്നെ ഒരു കപ്പ് ഓയിൽ, ഒരു സ്പൂണ് ഉപ്പ്, ഒരു സ്പൂൺ സുർക്ക, ഇതൊക്കെ എടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ശ്രദ്ധിക്കുക, നമ്മളിതിനകത്ത് തീരെ മുട്ട ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു സൂപ്പർ ഹെൽത്തി മയോനീസ്, ടേസ്റ്റിന് ഒരു കുറവുമില്ല. ഇതിലേക്ക് ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണം. തേങ്ങ ചിരവിയതാണത്. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, ഒരു 4 പച്ചമുളക്, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ സുർക്ക, ഇതെല്ലാം ചേർത്ത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കിടലൻ കിടക്കാച്ചി ചമ്മന്തി ഇവിടെ റെഡിയായി. ഇതിലേക്ക് വെള്ളം തീരെ ചേർക്കുന്നില്ല. ഇത് ബിരിയാണിക്കൊക്കെ സൂപ്പർ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തിയുടെ റെസിപ്പി മറക്കാതെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫില്ലിങ്ങിൽ ചേർക്കാൻ ചിക്കൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കൻ കട്ട് ചെയ്ത് ഒരു സ്പൂൺ മുളക് പൊടി, സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്, ഇതെല്ലാം നന്നായി ഇട്ടിട്ട് മാഗ്നറ്റ് ചെയ്തതിന് ശേഷം പൊരിച്ച് പൊടിയായി അരിഞ്ഞു വെക്കുക. സാധാരണ തുറക്കലപ്പം ഇവിടെ മൈദപ്പൊടിയിൽ ആട്ടപ്പൊടിയിലൊക്കെ ഉണ്ടാക്കും. ഞങ്ങളിവിടെ റവയിലൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. തിളച്ച പാലിലേക്ക് ഇതുപോലെ കുറേശ്ശെ റവ ഇട്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് ഇങ്ങനെ തീയിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം സെറ്റാക്കി എടുക്കുക. സെറ്റാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചട്ടിയിൽ ഇങ്ങനെ വിട്ട് വരുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറു ചൂടോട് കൂടി നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുക. അപ്പം നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സാധനം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് എല്ലാം സെറ്റാക്കി ഇതുപോലെ റോളാക്കി, അതുപോലെ പത്തിരി ആക്കിയിട്ട്, പത്തിരിമായി നെയ്സാക്കി എടുക്കരുത്, ലേശം കട്ടി വേണം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു സ്പൂൺ മയോനീസ്, എന്നതിന് ശേഷം ഒരു സ്പൂൺ ചമ്മന്തി, അതിൻ്റെ മേലെ ഒരു മുട്ട പുഴുങ്ങിയത് ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ട് ഇതുമാതിരി കട്ടാക്കി എടുത്താൽ മതി. നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. കണ്ടോ, നല്ല സൂപ്പർ ഷേപ്പാണിത്. അപ്പോൾ കണ്ടോ, ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക നിങ്ങൾ. ഓക്കെ, ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. തീ വളരെ കുറച്ച് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം നന്നായി വെന്ത സാധനങ്ങളാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള നമ്മളുടെ റവ കൊണ്ടുണ്ടാക്കിയ തുറക്കൽ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് റമദാനുക്ക് ഇഫ്താറിന് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കാം. പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ അബൂഷേമ കിച്ചണിൽ ഒരുപാട് നല്ല നല്ല വെറൈറ്റി റെസിപ്പികളുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം.